നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല മനോഹര കണ്ടംപററി ഡിസൈൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. കാണുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ ലുക്കാണ് വീടിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. 300 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എക്സ്റ്റീരിയർ ലുക്കൊക്കെ നമുക്ക് നല്ല ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വരുമ്പോഴത്തേക്കും ഈ വൈറ്റ്, ബ്ലാക്ക്, ബ്രൗൺ, അങ്ങനത്തെ ഗ്രേ, അങ്ങനത്തെ സ്റ്റാൻഡേർഡ് കളേഴ്സ് കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് ഈ കാണുന്നത്. സൈഡിലായിട്ടൊക്കെ തന്നെ നല്ല ഗ്ലാഡിങ് ടൈൽസ് പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തച്ചോട്ടാവ് എന്നുള്ള സ്ഥലത്താണ് ഈ വീട് പണി ചെയ്തിരിക്കുന്നത്. തച്ചോട്ടാവ് നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു 60-70 മീറ്റർ മാത്രം മാറിയിട്ട് നമുക്ക് മനോഹരമായൊരു വീട്. ഇതൊരു വില്ല പ്രോപ്പർട്ടീസാണ്. വില്ല പ്രോജക്റ്റിനകത്ത് വരുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. തൊട്ടടുത്തായിട്ട് വേറെ വില്ലാസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ ആൾതാമസം കാര്യങ്ങളുള്ള ഒരു ഏരിയ തന്നെയാണ്, റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. തൊട്ടടുത്തായിട്ട് നമുക്ക് സ്കൂള്, കോളേജ്, അങ്ങനത്തെ എല്ലാ സംവിധാനങ്ങളും നമുക്കിവിടെ തൊട്ടടുത്തായിട്ടുണ്ട്. മെയിൻ സെൻട്രൽ സിറ്റിയിൽ നിന്നൊരു 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് അളവിൽ മാത്രമാണ് ഈ വീട് വന്നിരിക്കുന്നത്. നമുക്കൊരു പീസ്ഫുൾ സ്ഥലത്തൊക്കെ ഒരു വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷനായിട്ടാണ് ഈ വീട് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കറക്റ്റ് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഒന്ന് പറഞ്ഞ് നമുക്ക് ഇൻറ്റീരിയർ കാര്യങ്ങളിലോട്ട് നമുക്ക് പോവാം. 300 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ പണിതിരിക്കുന്ന മനോഹരമായ ഒരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീടുകൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കസ്റ്റമേഴ്സ് നേരിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഫ്രണ്ടിലൊക്കെ 5 മീറ്റർ വീതിയുള്ള ടാറിട്ട റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ലോറി സൈറ്റ് തന്നെയാണ്, കരഭൂമി തന്നെയാണ്, നിരന്ന ഒരു ഏരിയയിൽ തന്നെയാണ് വീട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഇത്രയും നമുക്ക് വൈഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വലിയ വണ്ടി വന്നാലും നമുക്ക് അകത്തോട്ട് സുഖമായിട്ട് പോകാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള എൻട്രൻസ് നമുക്ക് വന്നിട്ടുണ്ട്. വാസ്തുപ്രകാരം നമുക്ക് കറക്റ്റ് വാസ്തുപ്രകാരം നമുക്ക് പണി ചെയ്ത് തീർത്ത മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഈ കാണുന്നത്. നേരെ നോക്കുമ്പോഴത്തേക്കും ഇൻ്റർലോക്ക് ചെയ്തൊരു ഫ്രണ്ടേജ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഗേറ്റ് നമുക്ക് വരുന്നത് നമുക്ക് സ്ലൈഡിങ് ഗേറ്റാണ്. അതുപോലെ ഫുൾ നമുക്ക് ഫ്രണ്ടിൽ അത്രയും ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുണ്ട്. അതിലൊരു SUV കോമ്പാക്റ്റ് കാർ പോലത്തെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അത്രയും സ്പേഷ്യസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കവേർഡ് കാർ പാർക്കിംഗ് നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കവേർഡ് കാർ പാർക്കിംഗ് കുറച്ചുകൂടെ ഒരു മനോഹരമാക്കുവാനായിട്ട് ബാക്കിൽ ഇതുപോലെ ടെക്സ്ചർ വർക്കും അതുപോലെ തന്നെ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റും എല്ലാം കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ടേജാണ് ഈ കാണുന്നത്. ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ അവൈലബിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ കിണറെല്ലാം ചെയ്തിട്ടുള്ളത്. തൊട്ട് സൈഡിലായിട്ട് ഒരു ഗാർഡൻ പ്രൊവിഷൻ കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിലോട്ട് കിടക്കാം. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. 6x4 ഡയമെൻഷൻ വരുന്ന നല്ല ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫാൻസി ലൈറ്റൊക്കെ നൽകിക്കൊണ്ടാണ് ഫ്രണ്ട് എല്ലാം നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വ്യൂ ആണ് നമുക്ക് കാർ പാർക്ക് ചെയ്യുന്ന നമുക്ക് നോക്കുമ്പോഴത്തേക്കും കിട്ടുന്നത്. വീട് നമുക്ക് വടക്ക് ദർശനമാണ് നമുക്ക് വീട് വരുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ മുഴുവൻ നമുക്ക് പ്ലാവിൻ തടിയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഡിസൈനൊക്കെ നൽകിക്കൊണ്ട് പ്ലാവിൻ തടിയിൽ പണി ചെയ്ത് തീർത്ത ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത്. ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഹാൻഡിൽസ് ഒക്കെ തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നേരെ സിറ്റ് ഔട്ടിൽ നിന്ന് നമുക്ക് നേരെ വീടിനകത്തോട്ട് കയറാം. സിറ്റ് ഔട്ട് നമുക്ക് ലീവിങ് ഏരിയയിലോട്ടാണ് ഈ വന്നിരിക്കുന്നത്. വിശാലമായ ഒരു ലീവിങ് ഏരിയ തന്നെയാണ്. ആദ്യമേ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് പറയുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം വീടിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാൻ ശ്രമിക്കുക. 12x10 ഡയമെൻഷൻ വരുന്ന ഒരു ലീവിങ് ഏരിയയാണ് ഈ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. കജേരിയുടെ നല്ല ക്വാളിറ്റി ടൈൽസൊക്കെ തന്നെയാണ് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു മനോഹരമായ ഒരു TV യൂണിറ്റ് ഏരിയ നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു TV ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസും കാര്യങ്ങളും തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്ക് ചുമര് മുഴുവൻ ടെക്സ്ചർ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്താണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ TV യൂണിറ്റിനോട് മാച്ച് ആയി നിൽക്കുന്ന ഒരു ടെക്സ്ചർ വർക്ക് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഒരു വുഡൻ ഡിസൈനും അതുപോലെ തന്നെ ഒരു ഫോൾ സീലിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റ് ചാനലും സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് നൽകി കൊടുത്തിട്ടുള്ളത്.
ഈ ടി വി യൂണിറ്റ് നമുക്കൊരു പാർട്ടീഷൻ എന്നുള്ള നിലയിൽ തന്നെയാണ് നമുക്കത് ചെയ്ത് തീർത്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് നമുക്കൊരു പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം കൊടുത്ത് ലൈറ്റിംഗ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റോറേജ് സ്പേസും ബാക്കിലായിട്ട് സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ മെയിൻ ഡൈനിങ് ഏരിയ. 16x8 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേരയുടെ ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഒരു വാഷ് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എലഗൻ്റ് രീതിയിലുള്ള ഒരു വാഷ് ഏരിയയാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് നമുക്ക് വാഷ് ഏരിയയിൽ വന്നിട്ടുള്ളത്. താഴെ നിന്ന് സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഈ വരുന്ന വാഷ് ഏരിയയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ തന്നെ ഗ്ലാഡിംഗ് ടൈൽസ് ഒക്കെ യൂസ് ചെയ്ത് നല്ല മനോഹരമായ ഒരു ഡിസൈൻ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് നേരെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് നടക്കുന്ന കിച്ചണിലോട്ട് പോവാം. കിച്ചൺ നമുക്ക് ഒരു ഓപ്പൺ മോഡൽ കിച്ചണാണ് വന്നിട്ടുള്ളത്. എൻട്രൻസ് ഒക്കെ ഈ ഒരു ലുക്കിലാണ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എൻട്രൻസ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഹാങ്ങിങ് ലൈറ്റ്സ് ഉൾപ്പെടെ നമുക്ക് അവിടെ ഫ്രണ്ടിലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് വന്നിട്ടുള്ളത്. ഈ കാണുന്ന കിച്ചൺ നമുക്ക് 10x8 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഫ്ലോറിംഗ് വരുമ്പോഴത്തേക്കും കോമൺലി വരുന്ന നമുക്ക് വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങൾ യൂസ് ചെയ്ത് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 10x8 ഡയമെൻഷൻ. മോഡുലർ രീതിയിൽ തന്നെയാണ് ഈ കിച്ചൺ എല്ലാം ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് മുകളിലും താഴെയുമായിട്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. വാട്ടർ പ്യൂരിഫയർ ഒക്കെ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് വരുന്നത് തന്നെയാണ് നമുക്ക് ഈ ഒരു വർക്ക് ഏരിയ. 10x4 ഡയമെൻഷൻ വരുന്ന ഒരു വർക്ക് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് വർക്ക് ഏരിയ നമുക്ക് ചെയ്തിട്ടുള്ളത്. അതിന് മുകളിൽ താഴെയുമായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ മനോഹരമാക്കി കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് വന്നിട്ടുള്ളത്. ബാക്കി 2 ബെഡ്റൂം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. 14x10 റൂമിൻ്റെ ഡയമെൻഷൻ. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേരയുടെ നല്ല ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വാർഡ്രോബ്സ് നമുക്ക് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗിലായിട്ട് തന്നെ നമ്മൾ ചുമരിനോട് ചേർന്ന് വരുന്ന ഒരു ലൈറ്റിംഗ് പ്രൊഫൈൽ ചാനലെല്ലാം കൊടുത്തുകൊണ്ട് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായിട്ട് സീലിംഗിൽ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. AC പോയിന്റ് എല്ലാം നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വ്യൂ ആണ് നമുക്ക് റൂമിൻ്റെ കോർണറിൽ നോക്കുമ്പോഴേക്കും കിട്ടുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ നമുക്ക് പിന്നീട് ചെയ്യുന്നതായിരിക്കും. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് നമുക്കിവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത്രയും ഏരിയ കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറും കാര്യങ്ങളും ഈ ഒരു ഡിസൈനിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. മുകളിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഫർഗോള മോഡൽ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വീട്ടിനകത്ത് അടിപൊളിയായിട്ട് നമുക്ക് വരുന്ന ഒരു രീതിയിൽ തന്നെയാണ് അവിടെ പണിതിരിക്കുന്നത്. ഈ ഒരു ചുമര് മുഴുവൻ ടെക്സ്ചർ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെയാണ് ഹാൻഡിൽസ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഈ ഒരു ഗ്ലാസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഏരിയ നമുക്കിവിടെ പണി ചെയ്ത് തീർത്തിട്ടുണ്ട്. അതാകുമ്പോൾ കറക്റ്റായിട്ട് വീടിനകത്ത് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ എപ്പോഴും വീടിനകത്ത് പ്രകാശം കിട്ടുന്ന രീതിയിൽ നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്.
ഈ കാണുന്നതാണ് വീടിൻ്റെ മുകളിലത്തെ ഹാൾ. ഫസ്റ്റ് ഫ്ലോറിലത്തെ മെയിൻ ഹാളാണ് ഈ കാണുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹാൾ, 2 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് അജേറിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 20x10 നമുക്ക് ഈ ലിവിങ് ഏരിയ ഡയമെൻഷൻ വരുന്നത്. ഇത് നമുക്കൊരു ഓഫീസ് ടേബിൾ എന്നുള്ള രീതിയിൽ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ തന്നെയാണ്. സ്റ്റോറേജ് സ്പേസും മുകളിലും താഴെയുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു TV യൂണിറ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ താഴെ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ TV യൂണിറ്റ് എല്ലാം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ലിവിങ് ഏരിയയുടെ വിശേഷങ്ങൾ. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് നമുക്ക് പോവാം. ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം. 14x10 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു റൂം തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം കജേരിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ്സും ചെയ്തിട്ടുണ്ട്. താഴെ ചെയ്യുന്ന പോലെ തന്നെ വാർഡ്രോബ്സും ഈ ഒരു റൂമിൽ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഡിസൈനിലെ ഫോൾ സീലിംഗ് ആണ് നമുക്ക് കംപ്ലീറ്റ് ആക്കി ചെയ്തെടുത്തിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇത്രയും സ്പേസും കാര്യങ്ങളൊക്കെ ബാത്റൂം സ്പേസ് വന്നിട്ടുണ്ട്. ഫിറ്റിങ്സ് എല്ലാം തന്നെ നമ്മൾ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് നമ്മൾ ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. തൊട്ടടുത്തായിട്ടുള്ള റൂം തന്നെയാണ് നമുക്ക് ഈ രണ്ടാമത്തെ ബെഡ്റൂമായിട്ട് വരുന്നത്. 16x10 റൂമിൻ്റെ ഡയമെൻഷൻ. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു റൂം തന്നെയാണ്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് ഇത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂമെല്ലാം ചെയ്തിരിക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി വച്ചിട്ടുണ്ട്. ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വോളിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോവാം. ബാൽക്കണിയിലോട്ട് പോകുന്നതിന് മുന്നേ നല്ല പ്രകാശവും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയുള്ള ഒരു വിൻഡോ കാര്യങ്ങൾ നമുക്ക് ടെമ്പർ ഗ്ലാസ്സിൽ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് വരുന്ന ഈ വീടിൻ്റെ ബാൽക്കണി ഏരിയ. നമുക്ക് ഈ ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേരിയുടെ നല്ല ടൈൽസ് തന്നെയാണ്. റൂംസിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ടൈൽസാണ് ഇവിടെ നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. 12x10 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ഏരിയ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗിൽ നമുക്ക് എല്ലാ സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലൊക്കെ യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആയി ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം സ്റ്റീലിൻ്റെ ഇതാണ് ഹാൻഡിൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി വന്നിട്ടുള്ള ഒരു പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുള്ളത്. തൊട്ട് താഴെ നമുക്ക് വുഡൻ വർക്കിൽ വരുന്ന ഒരു കൊത്തുപണിയൊക്കെ വരുന്ന ഒരു മനോഹരമായ ഒരു സംഭവമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലെ എലിവേഷനിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇത് എടുത്ത് കാണിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ആണ് ചെയ്തിട്ടുള്ളത്. മുകളിലോട്ട് പോകാനുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഈ മുകളിലോട്ട് പോകാനുള്ള സ്പേസിൻ്റെ അടുത്തായിട്ടാണ് ഈ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കാണുന്നതാണ് നമുക്ക് തച്ചോട്ടാവുന്ന സ്ഥലത്ത് പണി ചെയ്ത് തീർത്ത വീടിൻ്റെ ബാൽക്കണി ഏരിയ. ചുറ്റോളം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വില്ല പ്രോപ്പർട്ടീസ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വില്ല പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ തൊട്ടടുത്തായിട്ട് ഒരുപാട് വരുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത്.
ഞാൻ വീഡിയോൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഈ ഒരു വീട്. അപ്പോൾ നമുക്ക് 3,300 സെൻറ്റിൽ 1,650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ വരുന്ന നല്ല മനോഹരമായ അടിപൊളിയായിട്ടുള്ള കണ്ടംപററി ഡിസൈൻ വരുന്ന ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസ് തന്നെയാണ്. 65 ലക്ഷമാണ്. ഒരു 65 ലക്ഷത്തിന് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് ഈ പറയുന്ന പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. അപ്പം വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. 65 ലാക്സ് എന്നുള്ളത് നമുക്ക് തികച്ചും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടവർ മാക്സിമം നമുക്ക് ഇത് വന്ന് കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഈ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതുമാണ്.